മെഡിക്കൽ കോളേജിന് അനുകൂലമൊന്നുമല്ല. എനിക്ക് പറയാനുള്ള എൻ്റെ അപ്പൻ്റെ വിഷന് പ്രതികൂലമായിട്ടാണ് വന്നിരിക്കുന്ന വിധി. മെഡിക്കൽ കോളേജ് അപേക്ഷിച്ചിട്ടില്ലല്ലോ ബോഡി വേണമെന്ന്. അപ്പൻ്റെ വിഷനെതിരായിട്ട് പ്രതികൂലമായിട്ട് ആണ് വന്നിരിക്കുന്നത്. ഞങ്ങളുടെ രണ്ട് പെൺമക്കളുടെ ഹർജിക്ക് പ്രതികൂലമായിട്ടാണ് വന്നിരിക്കുന്നത്. അല്ലാണ്ട് മെഡിക്കൽ കോളേജിന് അനുകൂലം എന്ന് പറയാൻ മെഡിക്കൽ കോളേജ് ഇവിടെ ഹർജിയൊന്നും കൊടുത്തിട്ടില്ലല്ലോ. ആര് എന്താ സജീവൻ മകൻ മാത്രമല്ല സഖാവാണ്. സഖാവ് എന്ന നിലയ്ക്ക് ഗവൺമെന്റ് സീനിയർ ലീഡറായിട്ടൊരു പൊസിഷൻ കീപ്പ് ചെയ്യുന്ന ആളാണ്. അയാൾക്ക് പാർട്ടിയുടെ പ്രഷറും ഭീഷണിയും നേരിടണമെന്ന് ഇവിടുത്തെ അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പിന്നെ 23-ാം തീയതി ടൗൺ ഹാളില് പ്രശ്നം കഴിഞ്ഞ് അടിയിടിയെല്ലാം കഴിഞ്ഞപ്പോൾ സജി പറഞ്ഞത് സജീനോട് പറഞ്ഞിരുന്നു എന്നാ പറഞ്ഞത്. എന്റെ അന്നത്തെ വീഡിയോ എടുത്ത് നോക്കിയാൽ അറിയാം എന്നോട് പറഞ്ഞു, എന്നോടല്ല സജീവിനോട് പറഞ്ഞു എന്ന്. പിന്നീടാണ് കോടതിയിൽ എത്തിയപ്പോഴാണ് മെഡിക്കൽ കോളേജിന്റെ മുൻപാകെ വന്നിട്ടാണ് 2 കള്ളസാക്ഷികളെയും കൊണ്ട് വന്നത്. കള്ളസാക്ഷികളാണുള്ളത്. ഒരു രാജൻ PS, അവരൊക്കെ വ്യക്തമായിട്ട് ആരാണെന്നൊക്കെ എനിക്കറിയാം, സുജിക്കും അറിയാവുന്നതാണ്. പിന്നെ ഒരു എബി ദേശാഭിമാനി ജീവനക്കാരൻ, ഈ രാജൻ പാർട്ടിക്കാരനാണ്. പിന്നെ ഹംസ COT ഇതാണ്. ഇവരോടൊന്നും അപ്പം പറഞ്ഞിട്ടില്ല. ഇവരോടൊന്നല്ല, ഈ ലോകത്തിൽ ഒരു മനുഷ്യനോടും ഞങ്ങളുടെ അപ്പം പറഞ്ഞിട്ടില്ല ബോഡി ഡൊണേറ്റ് ചെയ്യാൻ. എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പന്റെ ആത്മകഥയിലും പറഞ്ഞിട്ടില്ല. അപ്പം ആവശ്യപ്പെട്ടത് സ്വന്തം മകളോടാണ്. സുജിയാണ് പറയേണ്ടത്. എന്താണ് ആവശ്യപ്പെട്ടതെന്ന് സുജിക്കാണ് പറയാൻ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഒരിക്കല് അപ്പച്ചനോട് ചോദിച്ചിരുന്നു, ഇങ്ങനെ അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞിട്ട് പള്ളിയിൽ അടക്കണമെന്ന്. കാരണം പാർട്ടി അത് അപ്പച്ചനെ ദഹിപ്പിച്ചാലോ എന്നുള്ള ഒരു ഭയമുള്ളതുകൊണ്ട്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വരുന്ന ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അന്ന് അപ്പച്ചൻ പള്ളിയിൽ അടക്കണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇത് ആരോടെങ്കിലും പറയണം, ഇല്ലെങ്കിൽ ഞാനിപ്പോൾ തന്നെ ഞാൻ റെക്കോർഡ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞ് രണ്ടാമത് ഞാൻ ചോദിക്കാൻ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഫോണിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ വീണ്ടും ഞാൻ ചോദിച്ചു, അപ്പച്ചനെ പള്ളിയിൽ അടക്കണം, മരണശേഷം നോക്കിയപ്പോൾ പള്ളിയിൽ അടക്കണം എന്ന് രണ്ടാമതും പറഞ്ഞു. എൻ്റെ ഫോണിൽ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആ ഫോൺ മാറ്റി. 2 വർഷം കൂടുതലായിപ്പോൾ ആ ഫോൺ ചേഞ്ച് ചെയ്തു. അതിലിപ്പോൾ മെസ്സേജ് ഇല്ല. ഞാൻ സാംസങ്ങിൽ വിളിച്ചത് റിട്രീവ് ചെയ്യാൻ ചോദിച്ചപ്പോൾ അതിന് പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു. അപ്പോൾ അപ്പച്ചന് പള്ളിയിൽ അടക്കണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. ആദ്യം എന്ന് പറഞ്ഞാൽ സജിയുടെ കൂടെ ആയിരുന്നു അപ്പച്ചൻ താമസിച്ചുകൊണ്ടൊക്കെ ഇരുന്ന. സജിയാണ് കൂടുതലും. ഞാനും പക്ഷേ മിക്കവാറും ഒക്കെ അപ്പച്ചനെ പോയി കാണുകയൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഞാൻ സജി ഇങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒപ്പോസ് ചെയ്തായിരുന്നു ആദ്യം. അപ്പോൾ സജി പറഞ്ഞു, പാർട്ടിക്കാർ ചിലപ്പോൾ അലിഗേഷൻ ഉണ്ടാക്കും, പിന്നെ പള്ളിക്കാർ ചിലപ്പോൾ അടക്കാൻ സമ്മതിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ സജിയുടെ വൈഫിനോട് പറഞ്ഞു. അപ്പം സജിയുടെ വൈഫിനോട് വന്നപ്പോൾ എന്നോട് ചോദിച്ചു, അപ്പച്ചൻ അതിനെപ്പറ്റിയൊന്നും ആരോടും പറഞ്ഞിട്ടില്ലല്ലോ. സജിയുടെ വൈഫിനെ പിന്നീടാണ് കാണുന്നത്. അപ്പോൾ പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ടിനിയോട് പറഞ്ഞു, എന്നോട് പറഞ്ഞിട്ടുണ്ട് അപ്പച്ചനെ പള്ളിയിൽ അടക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അച്ഛന്മാരോട് ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പം സജിയുടെ വൈഫ് എൻ്റെ ഇളയ ബ്രദർ അബിയുടെ വൈഫിനോട് പറഞ്ഞിട്ട് അവിടെയായിരുന്നു അപ്പച്ചൻ്റെ ആ വീട്ടിലെ പേരിലാണ് ഇടവകയിലെ പേരുള്ളത്. അപ്പം സോജയോട് ചോദിക്കാമെന്ന് പറഞ്ഞപ്പം ഞാനത് സജിയെ അറിയിച്ചു. അപ്പോൾ സജിയെ അറിയിച്ചപ്പോൾ സജി പറഞ്ഞത്, അങ്ങനെ ഇപ്പം സോജ ചോദിക്കണ്ട, അങ്ങനെ വേണ്ടി വന്നാൽ എനിക്ക് ബിഷപ്പുമാരോടൊക്കെ നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ഞാൻ ഈ ആശീഷിൻ്റെ ഇവിടെ കോഫി കുടിക്കാനൊക്കെ വരുമ്പം ബിഷപ്പിനെ കാണാറുണ്ട്, എനിക്ക് നല്ല പരിചയമാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ചോദിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പം ഞാനത് വീണ്ടും ടിനിയോട് അറിയിച്ചു. ടിനി സോജയോട് പറയേണ്ട, സജി നേരിട്ട് ചോദിച്ചോളാം എന്ന് പറഞ്ഞു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് സജി പെട്ടെന്ന് പറഞ്ഞു, ഇങ്ങനെ ഇതിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒപ്പിടണ്ടെന്ന് തന്നെ വിചാരിച്ചുകൊണ്ടിരുന്നു. പക്ഷെ പിറ്റേ ദിവസം ആ ഒരു ഇതിൽ രാവിലത്തെ ആ ഒരു ഇതിൽ ഞാനും ആകെ, എനിക്കും അപ്പച്ചനെ മരിച്ചു കഴിഞ്ഞിട്ട് എനിക്ക് അപ്പച്ചനെ കാണാൻ പറ്റിയില്ല. ഞാനിവിടെ അടുത്തുള്ള ആളാണ്, തൊട്ടടുത്ത് എന്നെ അറിയിച്ചില്ല സത്യം പറഞ്ഞു. എന്നോട് വരണ്ടെന്ന് പറഞ്ഞു. ഞാൻ ഗാന്ധിനഗറിൽ ഉണ്ടായിരുന്നു, എന്നോട് പറഞ്ഞു ഇപ്പം ഇങ്ങോട്ട് വരണ്ടെന്ന് സജി പറഞ്ഞു. അപ്പോൾ എനിക്കത് ഒത്തിരി, കാരണം സജിയുടെ വൈഫും അബിയുടെ വൈഫും എൻ്റെ മറ്റു കസിൻസൊക്കെ അവിടെ ഉണ്ടായിരുന്നു, മീഡിയയിലൊക്കെ കണ്ടു. പക്ഷെ എന്നോട് എന്തോ അങ്ങോട്ട് ചെല്ലണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നീട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയി, ഗാന്ധിനഗറിൽ നിന്ന് വീട്ടിലേക്ക് പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ടിനി പറഞ്ഞു, വേണമെങ്കിൽ വന്ന് കാണാൻ കുറച്ച് സമയം കൂടെ പുറത്ത് വയ്ക്കാം, ആശയം വരുന്നുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരിച്ച് അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, അത് മോർച്ചറിയിലോട്ട് മാറ്റി കാണാനൊക്കില്ല. അങ്ങനെ എനിക്ക് അപ്പച്ചനെ മരിച്ചിട്ട് കാണാൻ പറ്റിയില്ല. ഞാനപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. ഞാൻ അപ്പച്ചനുമായിട്ട് എപ്പോഴും നല്ലൊരു ഇതിൽ പൊയ്ക്കൊണ്ടിരുന്നു, ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കാറൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. പിന്നെ പിറ്റേ ദിവസം വന്ന് ആ ബഹളത്തിൽ വന്ന് പറഞ്ഞപ്പോൾ ഞാനങ്ങ് ഒന്ന് വായിച്ചു നോക്കാണ്ട് ഒപ്പിട്ട് കൊടുത്തു. അത് ഞാൻ തിരിച്ച് അവിടെ കോർട്ടിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇതായിട്ട് ചെയ്ത ഒരു കാര്യമാണ്, ഇതിലെന്താ എഴുതിയേക്കുന്നതെന്ന് പോലും എനിക്ക് ക്ലിയർ ആയിട്ട് വായിച്ചു നോക്കാൻ പറ്റില്ല. സുപ്രീം കോടതിയിൽ പോവാണ്.
സുപ്രീം കോടതി പോവും. ഞങ്ങൾ രണ്ടുപേരും പോവുകയാണ്. അതിൻ്റെ അഫിഡവിറ്റ് തയ്യാറാക്കിക്കൊണ്ടിരിക്കുവാണ്. ഇന്ന് തന്നെ ഒപ്പിടും. അത് ചെയ്യും. കേരള അനാറ്റമി ആക്ടിന്റെ ബേസിലാണ് ഇപ്പോൾ അപ്പച്ചന്റെ ബോഡി മെഡിക്കൽ കോളേജിലേക്ക് എടുത്തിരിക്കുന്നത്. ഈ അനാറ്റമി ആക്ട് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിൽ പണ്ട് അൺക്ലെയിംഡ് ബോഡീസിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ആക്ടാണ്. അത് പിന്നെ കേരളത്തിൽ ഏതാണ്ട് 100 വർഷം കഴിഞ്ഞു മറ്റേ ഇന്ത്യയിൽ വന്നു. കേരളത്തിലും അൺക്ലെയിംഡ് ബോഡീസിന് വേണ്ടിയുള്ള ഒരു ആക്ട് ആയിരുന്നു. അത് 57 അങ്ങനെ ഒരു ആക്ട് ഉണ്ടാക്കി. 59 അത് കഴിഞ്ഞിട്ട് 64 അതിന് അൺക്ലെയിംഡ് എന്നുള്ള വേർഡ് എടുത്ത് മാറ്റി. പക്ഷെ അതിനകത്തും പറയുന്നുണ്ട്, അതായത് സ്പൗസോ അല്ലെങ്കിൽ മക്കളോ ജീവിച്ചിരിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാവരുടെയും അപ്രൂവല്. നമ്മളൊരു മാതാപിതാക്കൾക്ക് മക്കളാണല്ലോ നമ്മള്. അപ്പൊ ആ മക്കൾക്ക് ആ ഫാദറിന്റെ ഇതിൽ ഒരു ഇതുമില്ലാത്ത ഒരു ആക്ടാണ് ഈ അനാറ്റമി ആക്ട്. അതുപോലെ എറണാകുളം മെഡിക്കൽ കോളേജിലും അതുപോലത്തെ മെഡിക്കൽ കോളേജുകളിലൊക്കെ അവരുടെ ഫോർമാറ്റ് ഉണ്ട്. ഒരാള് ബോഡി ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ ആ വ്യക്തി ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അത് ഡൊണേറ്റ് ചെയ്യാനുള്ള ഫോം സൈൻ ചെയ്ത് കൊടുക്കണം. സ്പൗസും മക്കളെല്ലാവരും 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും അത് സൈൻ ചെയ്തിരിക്കണം. അങ്ങനെ ഒരു ഫോം അവർക്കുണ്ട്. ഈ എറണാകുളം മെഡിക്കൽ കോളേജിനും ഉണ്ട്. അതിൻ്റെ ആ ഫോർമാറ്റ് ഉണ്ട്. അതോടുകൂടി അവർക്ക് ബോഡി എടുക്കാൻ പറ്റുള്ളൂ. എൻ്റെ പിതാവ് 95 വയസ്സ് വരെ ജീവിച്ചിരുന്ന ആളാണ്. നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരുന്ന ആളാണ്. അപ്പം ഇങ്ങനെ ഒരു ആവശ്യം അപ്പച്ചൻ്റെ കണ്ണോ ഏതെങ്കിലും ഒരു അവയവം പോലും ഡൊണേറ്റ് ചെയ്യാൻ ഒരിക്കലും അപ്പച്ചൻ പറഞ്ഞിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ഫുൾ അപ്പച്ചൻ്റെ ബോഡി ഡൊണേറ്റ് ചെയ്യേണ്ടി പറഞ്ഞിരുന്നെങ്കിൽ സജി ഒരു അഡ്വക്കേറ്റ് ആണ്. സജിക്ക് ഇവിടുത്തെ റൂൾസും ഇതെല്ലാം അറിയുന്ന ആളാണ്. ആ ഫോമിൽ സജി അപ്പച്ചനെ കൊണ്ട് സൈൻ ചെയ്ത് അല്ലെങ്കിൽ തമ്പ് ഇംപ്രഷനെങ്കിലും എടുത്ത് ഞങ്ങളെല്ലാവരെയും കൊണ്ട് സൈൻ ചെയ്യിക്കാനുള്ള സമയം ധാരാളം കിട്ടിയതാണ്. മരിച്ചതിന് ശേഷം പെട്ടെന്ന് ഇങ്ങനെ ഒരു പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്ത ഒരു തീരുമാനം ആയിട്ടാണ് ഞങ്ങൾക്കെല്ലാം ഇത് ബോധ്യമാവുന്നത്. പിന്നെ മെഡിക്കൽ കോളേജാണെങ്കിൽ ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ ഒരു ഫോം കിട്ടാത്ത ബോഡീസിനെ അവർ അക്സെപ്റ്റ് ചെയ്യാറില്ല. അപ്പച്ചനെ മാത്രം ബോഡി അവർ ഇത്ര നിർബന്ധമായിട്ട് അതിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ന്യായമല്ല എന്നുള്ളതാണ്. അത് പാർട്ടിയുടെ ഇൻഫ്ലുവൻസ് ആണ് മെഡിക്കൽ കോളേജ് എടുത്തത്. ഡിസ്പ്യൂട്ട് ഇല്ലാത്ത നിയമപരമായിട്ട് പോലും അവർക്ക് എടുക്കാൻ പാടില്ല. 10 മക്കളുണ്ടെങ്കിൽ സുജ പറഞ്ഞ പോലെ സ്പൗസ് ഇല്ല, ഭാര്യ മരിച്ചുപോയി, ഒരു മകൻ മരിച്ചു, ബാക്കി 3 മക്കളിലുള്ള 2 മക്കളുടെയും സമ്മതം ഇല്ലാണ്ട് എടുക്കാൻ പാടില്ല. ഇനി ഡിസ്പ്യൂട്ട് ഉള്ള ബോഡി ഒരു മെഡിക്കൽ കോളേജ് ആക്സെപ്റ്റ് ചെയ്യാറില്ല. ഡിസ്പ്യൂട്ട് ഉള്ള ബോഡി അപ്പൊ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് അവരും അവിടെ കളിച്ചത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഒരു ഡോക്ടർ മോഹനൊക്കെ സഖാക്കളാണ് ഇതിന്റെ പുറത്ത് കളിച്ചത്. അത് കഴിഞ്ഞ പ്രാവശ്യം ചീഫ് പറഞ്ഞിരുന്നു, മരിച്ച വ്യക്തിയോട് ഒരിത്തിരി റെസ്പെക്ട് ഡിസ്റെസ്പെക്ട് കാണിക്കുന്നത് പാർട്ടിയാണ്. പാർട്ടി എന്ന് പറയുമ്പോൾ ഈ മകൻ സഖാവ് ഉൾപ്പെടെയാണ് കാണിക്കുന്നത്. ബിക്കോസ് അപ്പച്ചൻ എവിടെയും പറഞ്ഞിട്ടില്ല, ഒരു സ്ഥലത്തും പറഞ്ഞിട്ടില്ല. അപ്പച്ചൻ അലോപ്പതി ട്രീറ്റ്മെന്റിന് വരെ എതിരുള്ള ഒരാളാണ്. അത് അപ്പച്ചന് ഇപ്പോഴും ആയുർവേദ ട്രീറ്റ്മെന്റ് കൊടുത്തിരുന്നെങ്കിൽ ജീവിച്ചിരിക്കുമായിരുന്നു. സുജ പറഞ്ഞപ്പോൾ എല്ലാവർക്കും ബോധ്യമായില്ല. ഞാൻ ഇതിന് വഴക്കാളിയാണ്, ഞാൻ എപ്പോഴും കോടതിയിൽ കേസ് കൊടുക്കണു, അതൊക്കെയാണ് കോടതിയിൽ പറഞ്ഞത്. നിയമപരമായിട്ടുള്ള ഒരു കാര്യം പോലും അല്ല എതിർകക്ഷികൾ പറയണം. ഞാൻ നിരന്തരമായിട്ട് കേസ് കൊടുക്കണമെന്ന്. കേസ് കൊടുക്കാൻ ഉള്ളതാണല്ലോ കോടതി. ഫാമിലിയിൽ നിന്ന് വർക്ക് പ്ലേസിൽ നിന്നൊക്കെ ഇൻജസ്റ്റിസ് വരുമ്പോൾ ജസ്റ്റിസ് കിട്ടാൻ നമ്മൾ കോടതിനെ അപ്രോച്ച് ചെയ്യും. ഞാൻ അതേ ചെയ്തിട്ടുള്ളൂ. എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു എന്റെ അപ്പം പറഞ്ഞിട്ടില്ല എന്ന്. മൂത്ത മകളായ സുജയോട് പറയുകയും ചെയ്തിരുന്നു. അപ്പന്റെ വിഷിന് എതിരായിട്ട് നിൽക്കുന്ന കള്ളസാക്ഷികളെയും എടുത്ത് ഫാബ്രിക്കേറ്റഡ് ആയിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. സുപ്രീം കോടതിയിൽ നിന്നെങ്കിലും നീതി കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്.